ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമാത്ര സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ വേദശാസ്ത്ര പ്രകാരം ആർക്കാണ് ബാലപൂജ നടത്താനുള്ള അവകാശമെന്ന് പറഞ്ഞു കൊടുക്കൂ പൂജാരി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ബാല പൂജ നടത്തേണ്ടത് പെറ്റമ്മയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിത ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടോ. എന്താ ആ സ്ഥാനത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, എഴുന്നേൽക്ക് എന്ന് രചന പറയുമ്പോൾ മഹേഷ് ഇഷിതയുടെ കൈ അങ്ങ് പിടിച്ചു വെക്കുകയാണേ. അങ്ങനെ മഹേഷിന്റെ കൈ വിടുത്തിയിട്ട് ഇഷിത എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോ പൂജാരി അവർകളെ ഇവളെ വെച്ച് പൂജ നടത്തേണ്ട, ചിപ്പിയുടെ അമ്മ ഇഷിതയാണ്, അങ്ങനെയുള്ള ഒരു പൂജയെ ഈ വീട്ടിൽ നടക്കാവൂ. ഇത് കേൾക്കുന്ന രചന ഈ വീട്ടിലല്ല എവിടെ പൂജ നടന്നാലും ഈ രചന തന്നെ ആയിരിക്കും ചിപ്പിക്ക് ബാലനാരി പൂജ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ പൂജാരി പറയുന്നുണ്ട്, പൂജ തുടങ്ങിക്കഴിഞ്ഞു, അത് നിർത്താൻ പറ്റില്ല, ആപത്താണ്, ദോഷാണ്, മൃത്യു വരെ സംഭവിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രചന മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ ഇരിക്കൂ, ചിപ്പിയുടെ അമ്മ ഞാനാണെങ്കിൽ അച്ഛൻ നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പൂജാരി പറയുന്നുണ്ട് പൂജ തടസ്സപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ മഹേഷ് അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ പൂജ തുടങ്ങാണ് കേട്ടോ. ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ നമ്മുടെ ഇഷിതയാണെങ്കിൽ റൂമിലേക്ക് ഓടാണ്. പിന്നാലെ പ്രിയംവദയും പോകുന്നുണ്ട്. മോളെ ഇങ്ങനെ കരയാതെ. അപ്പൊ ഇഷിത പറയും ചിപ്പിയുടെ അമ്മയുടെ സ്ഥാനം രചനയ്ക്ക് കൊടുത്തല്ലേ, അപ്പോ ഞാനാരാ, ചിപ്പിയുടെ ആയാണോ, ആരെങ്ങനെ പറഞ്ഞാലും മോളെ ചിപ്പിക്ക് നീയാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പ്രിയംവദ. ഈ ലോകത്തിന്റെ മുൻപിൽ ഞാൻ ആരാ, അമ്മയാണോ, രചനയെ അവളുടെ അമ്മ, നീതി അവളുടെ ഭാഗത്താണ്, അവൾ പ്രസവിച്ചതാ ചിപ്പിയെ, എനിക്കതിന് കഴിയില്ലല്ലോ അമ്മേ. അയ്യോ മോളെ, പൂജ നടത്തുമ്പോൾ അവൾ എന്നെ വന്ന് എഴുന്നേൽപ്പിച്ചില്ലേ, എന്തുകൊണ്ടാ അവൾ ഇവിടെ കയറി വന്ന് എല്ലാരെയും എതിർത്ത് സംസാരിച്ചത്, ദൈവം ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഭാഗ്യ സൃഷ്ടി ഉണ്ടാക്കുക എന്ന് എന്നെയും ദൈവം സൃഷ്ടിച്ചു, പക്ഷെ ആ ഭാഗ്യം എനിക്ക് തന്നില്ലല്ലോ ദൈവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹേഷ് വന്ന് അതിങ്ങനെ കേൾക്കാണ് കേട്ടോ. കേൾക്കുമ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ വളരെ സങ്കടപ്പെട്ടാണ് പോകുന്നത് കേട്ടോ.